ഇന്ന് സ്മാക്ഡൗൺ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് റോക്ക് റോമൻ റെയിൻസ് ഇവരുടെ സെഗ്മെന്റ് ആണ് നടന്നത്. അതായത് ബ്ലഡ് ലൈൻ ടീമിന്റെ സെഗ്മെന്റ്. അപ്പോൾ ഈ സെഗ്മെന്റ് നോക്കുകയാണെങ്കിൽ അടിപൊളി സെഗ്മെന്റ് ആയിരുന്നു. ഈ സെഗ്മെന്റ് ഏകദേശം അരമണിക്കൂറിന് മുകളിൽ ഇന്ന് സ്മാക്ഡൗൺ എപ്പിസോഡിൽ നടന്നിട്ടുണ്ട്. അതിൽ ഒരുപാട് കാര്യങ്ങൾ റോക്ക് പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. മുഴുവനായിട്ടും ആ ഒരു സെഗ്മെന്റ് പറയുകയാണെങ്കിൽ ഒരുപാട് ടൈം പോകും. അതുകൊണ്ടാണ് ഫസ്റ്റ് ഈ സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ റോമൻ റെയിൻസ് ആൻഡ് ബ്ലഡ് ലൈൻ ഇവരാണ് വന്നത്. വന്നതിന് ശേഷം റോമൻ റെയിൻസ് അവിടെയുള്ള ഫാൻസിനോടും എല്ലാവരോടും എപ്പോഴത്തെയും പോലെ റോമൻ റെയിൻസിനെ ട്രൈബൽ ചീഫായിട്ട് അംഗീകരിക്കാനായിട്ടെല്ലാം പറയുന്നുണ്ട്. അതിനുശേഷമാണ് റോക്ക് ഈ സെഗ്മെന്റിൽ വന്നതിന് ശേഷം റോക്ക് അവിടെയുള്ള ഫാൻസിനെ എല്ലാം ഭയങ്കരമായി കളിയാക്കും. അതായത് നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്നെ ബൂ ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതുപോലെ ഇപ്പോഴത്തെ സ്മാക്ക് ഡൗണും റോക്ക് വരുന്ന ഷോസ് എല്ലാം സോൾഡ് ഔട്ട് ആവുന്ന കാര്യത്തെ പറ്റിയെല്ലാം റോക്ക് ഈ സെഗ്മെന്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മെയിനായിട്ടും ഈ സെഗ്മെന്റിന്റെ പകുതിക്ക് വെച്ച് കോഡി റോഡ്സ് റോക്കിനെ ചാലഞ്ച് ചെയ്ത കാര്യത്തെ പറ്റിയാണ് പറഞ്ഞത്. അതായത് എലിമിനേഷൻ ചേംബറിൽ കോഡി റോഡ്സ് റോക്കിനെ ചാലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മറുപടി കൊടുത്തു. റോക്ക് പറഞ്ഞത് ഇങ്ങനെയാണ്: കോഡി റോഡ്സ് എന്നെ ചാലഞ്ച് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് റസൽമേനിയയിൽ ഞാൻ കോഡി റോഡ്സിന്റെ കൂടെയൊന്നും മാച്ച് ചെയ്യാൻ പോകുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ കൂടെയൊന്നും മാച്ച് ചെയ്യാനുള്ള യോഗ്യത അവനില്ല. അതുപോലെ അവൻ ഒരു മണ്ടൻ തീരുമാനം തിരഞ്ഞെടുത്തത് റോമൻ റെയിൻസിന്റെ കൂടെ വീണ്ടും മാച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതും ഒരു തെറ്റായ കാര്യമാണ് എന്ന ലെവലിലൊക്കെയാണ് റോക്ക് പറഞ്ഞത്. അതിനുശേഷം റോക്ക് പറയുന്നത് ഇങ്ങനെയാണ്: അതായത് കോഡി റോഡ്സിന് ഒരു ഓഫർ കൊടുക്കും. റസൽമേനിയയിൽ റോമൻ കോഡി ഈ മാച്ച് നടക്കുമ്പോൾ ബ്ലഡ് ലൈൻ ടീം റിംഗ് സൈഡിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓഫർ. അത് മറ്റൊന്നുമല്ല, റസൽമേനിയ നൈറ്റ് 1 കോഡി റോഡ്സ് ആൻഡ് സെത്ത് റോളൻസ് റോക്ക് ആൻഡ് റോമൻ റെയിൻസിനെതിരെ മാച്ച് ചെയ്യണമെന്നും ആ മാച്ചിൽ സെത്ത് റോളൻസും കോഡിയും വിൻ ചെയ്യുകയാണെങ്കിൽ റസൽമേനിയയിൽ കോഡി റോഡ്സിന്റെ മാച്ച് നടക്കുമ്പോൾ ഞാനും അതുപോലെ തന്നെ ജിമ്മി യൂസോ, ജെ യൂസോ, ബ്ലഡ് ലൈൻ ടീമിലുള്ള ആരും റിംഗ് സൈഡിൽ വരില്ല, കോഡി റോഡ്സിനെ ശല്യം ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. അതായത് സെത്തും കോഡിയും ആ മാച്ച് വിൻ ചെയ്യുകയാണെങ്കിൽ മാത്രം. ഇത്തരത്തിൽ ഒരു ഓഫർ കൊടുത്തുകൊണ്ട് സെത്തിനെയും കോഡിനെയും റസൽമേനിയയിലേക്ക് ചാലഞ്ച് ചെയ്തു റോക്ക്. പിന്നീട് റോക്ക് മറ്റൊരു കാര്യവും പറയുന്നുണ്ട്. അതായത് ആ മാച്ചിൽ നിങ്ങൾ തോൽക്കുകയാണെങ്കിൽ നൈറ്റ് 2 നടക്കാൻ പോകുന്ന ചാമ്പ്യൻഷിപ്പ് മാച്ചിൽ ബ്ലഡ് ലൈൻ പറയുന്നതാണ് റൂൾസ്. ബ്ലഡ് ലൈൻ്റെ റൂൾസിൽ നിങ്ങൾ ആ മാച്ച് മത്സരിക്കേണ്ടി വരും എന്നൊക്കെയാണ് കോഡി റോഡ്സിനോട് പറയുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു ഓഫർ മുൻപും കോഡി റോഡ്സിന് കൊടുത്തിട്ടുണ്ട്. അതായത് കഴിഞ്ഞ വർഷം സോളോ സിക്കാമനെ തോൽപ്പിച്ച് കഴിഞ്ഞ റോമൻ്റെ മാച്ചിൽ ആരും വരില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അതിനുശേഷമാണ് ആ മാച്ച് നടന്നപ്പോൾ സോളോ സിക്കാവയെല്ലാം വന്നുകൊണ്ട് കോഡി റോഡ്സിനെ അറ്റാക്ക് ചെയ്തത്. ഇപ്രാവശ്യവും അതുപോലത്തെ ഒരു ഓഫറാണ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും റസൽമേനിയയിൽ ഈ ടാഗ് ടീം മാച്ച് കൺഫേം ആണ്. പിന്നീട് റോക്ക് എപ്പോഴത്തെയും പോലെ അദ്ദേഹത്തിൻ്റെ ഡയലോഗ് പറയാൻ നോക്കുന്ന സമയം റോമൻ കയറി മൈക്കിൽ പിടിക്കുന്നതായിട്ടും ശേഷം റോമൻ പറയുന്നത് റോക്കിനോട് റോമൻ റെയിൻസിനെ അംഗീകരിക്കാനായിട്ടാണ്. അവസാനം ഒരു വഴിയില്ലാതെ ആകുമ്പോൾ റോക്ക് ഫാമിലിക്ക് വേണ്ടി, ബ്ലഡ് ലൈനിന് വേണ്ടി റോമൻ റെയിൻസിനെ അംഗീകരിക്കുന്നതായിട്ടാണ് ഈ സെഗ്മെൻറ്റിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സെഗ്മെൻറ്റ് നല്ല സെഗ്മെൻ്റ് ആയിരുന്നു. ഈ സെഗ്മെൻറ്റിൻ്റെ അവസാനം സെത്ത് കോടിയെല്ലാം വരും എന്ന് വിചാരിച്ചു. പക്ഷേ അതെല്ലാം നെക്സ്റ്റ് വീക്ക് ആയിരിക്കും എന്നാണ് തോന്നുന്നത്. കാരണം നെക്സ്റ്റ് വീക്കും അതിന് ശേഷവും റോക്ക് വരുന്നുണ്ട്. പിന്നെ ഈ സെഗ്മെൻറ്റിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, റോമൻ റെയിൻസിന് റോക്ക് ചെയ്യുന്ന ചില കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടാത്തത് പോലെയാണ് ഈ സെഗ്മെന്റിൽ കാണിച്ചു വെച്ചിട്ടുള്ളത്. അതിനുശേഷം ബാക്ക് സ്റ്റേജിൽ അസ്റ്റിൻ തിയറിയും ഗ്രേസൺ വാലറും ഫോണിൽ ഒരു വീഡിയോ കാണുന്നതായിട്ടും അതേസമയം LA നൈറ്റ് അവിടെ വന്നുകൊണ്ട് AJ സ്റ്റൈൽസിനെ കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതായത് ആ ഒരു ചെയറെല്ലാം കൊണ്ടുവന്ന് എലിമിനേഷൻ ചേംബറിൽ അറ്റാക്ക് ചെയ്തതുകൊണ്ട് ഇതുപോലെ പല സെഗ്മെന്റും ഇന്ന് സ്മാക്ക് ഡൗണിൽ കാണിച്ചിട്ടുണ്ട് LA നൈറ്റിനെ വെച്ചുകൊണ്ട്. അതുവിടം ഇനി ഈ സെഗ്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ലോഗൻ പോൾ റാൻഡി ഓർട്ടനെ അറ്റാക്ക് ചെയ്ത് റാൻഡി ഓർട്ടൻ തോൽക്കുന്ന വീഡിയോ ആണ്. അത് കണ്ട് ഇവർ ഒരുപാട് ചിരിക്കുന്നതായിട്ടും ശേഷം റാൻഡി ഓർട്ടൻ അവിടെ വന്നുകൊണ്ട് ഇവരുടെ കൂടെ ചേർന്നെല്ലാം ചിരിക്കുന്നത് പോലെയും ശേഷം അസ്റ്റിൻ തിയറി ആൻഡ് ഗ്രേസൺ വാലർ ഇവരിൽ ഒരാളെ ഇന്ന് മാച്ചിന് വേണ്ടി ചാലഞ്ച് ചെയ്യും. അപ്പോൾ തന്നെ ഗ്രേസൺ വാലർ അസ്റ്റിൻ തിയറി മാച്ച് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സെഗ്മെന്റ് അവസാനിച്ചു. പിന്നീട് സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ ഫസ്റ്റ് നടന്ന മാച്ച് നയോമി വേഴ്സസ് ടിഫാനി സ്റ്റാറ്റൻ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ചാണ്. അപ്പോൾ ഈ മാച്ച് നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത്. മാച്ചിന്റെ അവസാനത്തിൽ ടിഫാനി നയോമിയുടെ കണ്ണിൽ അറ്റാക്ക് ചെയ്ത് ചീറ്റ് ചെയ്തുകൊണ്ട് അവസാനം മോൺസോൾ ഫിനിഷർ എല്ലാം ചെയ്ത് ഈ മാച്ചിൽ ടിഫാനിയാണ് വിൻ ചെയ്തത്. അതിനുശേഷവും വുമൺസിന്റെ മാച്ച് തന്നെയാണ് നടന്നത്. ഇത് ടാഗ് ടീം മാച്ചായിരുന്നു. ബെയ്ലി ആൻഡ് ഡെക്കോട്ട കൈ വേഴ്സസ് ടാഗ് ടീം ചാമ്പ്യൻസായ ആസ്ക ആൻഡ് കൈരി സൈൻ ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. മാച്ചിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ ഏകദേശം അവസാനം വരെയും ബെയ്ലിയെ കൈരി സൈനും ആസ്കയും ചേർന്ന് ഭയങ്കരമായി അറ്റാക്ക് ചെയ്യുന്നതായിട്ടും
ശേഷം ബെയ്ലി കഷ്ടപ്പെട്ട് ടാഗ് വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലായി ഡെക്കോട്ടേക്കായി റിങ് വിട്ട് പോകുമെന്ന്. അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ ഈ ഒരു കാര്യം റസൽമേനിയ വരെ നീണ്ടു പോകുമെന്നാണ് വിചാരിച്ചത്. എന്നാൽ സ്മാക്ക് ഡൗണിൽ തന്നെ ഡെക്കോട്ടേക്കായി ബെയ്ലിയെ പറ്റിച്ചേക്കാണ്. ശേഷം ഇവരെല്ലാം ചേർന്നുകൊണ്ട് ബെയ്ലിയെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്തു. പിന്നീട് ബാക്ക് സ്റ്റേജിൽ ഡാമേജ് കൺട്രോൾ ടീം പോകുന്ന സമയത്ത് ജെഡ് കാർഗിൽ അവിടെ വരുന്നത് പോലെ ഒരു ചെറിയ സെഗ്മെന്റ് കാണിച്ചിരുന്നു. അതിനുശേഷം സ്മാക്ക് ഡൗണിൽ രണ്ടാമത്തെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രോൺ ബ്രേക്കർ വന്നു. ഈ മാച്ചും ഒരു സാധാരണ നോർമൽ റെസ്ലറുടെ കൂടെയാണ് നടന്നത്. ഈ മാച്ചിൽ വെറും 7 സെക്കൻഡ് കൊണ്ട് സ്പിയർ അടിച്ച് ബ്രോൺ ബ്രേക്കർ തന്നെയാണ് ഈ മാച്ചിൽ വിൻ ചെയ്തത്. ആ സ്പിയർ വാങ്ങിയ റെസ്ലറെ കാണുമ്പോൾ ഭാവിയിൽ നല്ല താരമായി വരുമെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ എന്ന് കമന്റ് ചെയ്യുക. പിന്നീട് കാർലിറ്റോസ് സാന്റോസ് എസ്കോബാർ ഇവർക്ക് തമ്മിലുള്ള സ്ട്രീറ്റ് ഫൈറ്റ് മാച്ച് നടന്നു. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഈ മാച്ച് സ്റ്റാർട്ട് ചെയ്ത് പകുതി മുക്കാൽ സമയവും നമ്മൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നിയിരുന്നില്ല. അതായത് ഈ മാച്ചിൽ എപ്പോഴത്തെയും പോലെ ലെഗാഡോ ഡെൽ പൻറ്റാസ്മ ടീം വരും, അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്നാണ് വിചാരിച്ചത്. എന്നാൽ മാച്ച് കുറച്ചും കൂടി സെറ്റപ്പ് ആക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവർ ട്രഷ് ക്യാൻ അതുപോലെ തന്നെ ചെയർ ഇതെല്ലാം വെച്ച് അറ്റാക്ക് ചെയ്തിരുന്നു. മാച്ചിന്റെ അവസാനത്തിൽ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ ഹുംബർട്ടോ ആൻഡ് ഏഞ്ചൽ ഇവർ രണ്ടുപേരും റിങ്ങിൽ വന്നുകൊണ്ട് കാർലിറ്റോനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടും ശേഷം ഇവരുടെ കോംബോ ഫിനിഷർ യൂസ് ചെയ്ത് സാന്റോസ് എസ്കോബാറിനെ വിൻ ചെയ്യിപ്പിക്കാൻ നോക്കും. എന്നാൽ അടുത്ത സെക്കൻഡിൽ തന്നെ കാർലിറ്റോ അത് കിക്കൗട്ട് ചെയ്തു. ശേഷം LWO ടീമിലുള്ള ജോസ്കിൻ വൈൽഡും ക്രൂസ് ഡെൽ ടോറോയും അവിടെ വന്നുകൊണ്ട് ഹുംബർട്ടോ ടീമിനെ എല്ലാം അറ്റാക്ക് ചെയ്യാൻ നോക്കിയെങ്കിലും അവർ തിരിച്ച് LWO ടീമിനെ അറ്റാക്ക് ചെയ്തു. അപ്പോൾ ഈ മാച്ചിലും കാർലിറ്റോ തോൽക്കുമോ എന്നൊക്കെ നമ്മൾ നോക്കിയിരുന്ന സമയത്താണ് ആ ഷോക്കിംഗ് സംഭവം നടന്നത്. അതായത് റെയ് മിസ്റ്റീരിയോയുടെ തീം സോങ് പ്ലേ ആയി. റെയ് മിസ്റ്റീരിയോ സ്റ്റിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇഞ്ചുറി മാറാത്തത് പോലെ പതിയെ നടന്നു വരുന്നതായിട്ടും അതേ സ്റ്റിക്ക് വെച്ചുകൊണ്ട് തന്നെ ഹുംബർട്ടോ ആൻഡ് ഏഞ്ചൽ ഇവരെ രണ്ടുപേരെയും ഭയങ്കരമായി അറ്റാക്ക് ചെയ്തു. ശേഷം റിങ്ങിൽ കയറി സാന്റോസ് എസ്കോബാറിനെ നോക്കുന്ന സമയത്ത് കാർലിറ്റോ ആ ഒരു അവസരം ഉപയോഗിച്ച് ബാക്ക് സ്റ്റാബർ ചെയ്ത് സെക്കൻഡ് റോപ്പിലേക്ക് ഇടും. ആ സമയം റെയ് മിസ്റ്റീരിയോ 619 ചെയ്ത അടുത്ത സെക്കൻഡിൽ തന്നെ സാന്റോസ് എസ്കോബാറിന്റെ ടേബിളിന്റെ മുകളിലേക്ക് കാർലിറ്റോ എടുത്തടിച്ചുകൊണ്ട് ഈ മാച്ചിൽ കാർലിറ്റോയാണ് വിൻ ചെയ്തത്. അപ്പോൾ ഇതോടുകൂടി LWO ടീമാണ് ലീഡ് ചെയ്യുന്നത് പോലെ കാണിച്ചിട്ടുള്ളത്. പിന്നെ റെയ് മിസ്റ്റീരിയോ വന്നതുകൊണ്ട് ഇനി സ്റ്റോറി ലൈൻസും വേറെ ലെവലായി പോകും. അതിനുശേഷം മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ പീറ്റ് ഡാനും ടൈലർ ബീറ്റും ചേർന്നുകൊണ്ട് ജഡ്ജ്മെന്റ് ഡേക്കെതിരെയുള്ള ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന്റെ റീമാച്ച് നിക്ക് ആൾഡിൻസിനോട് ചോദിക്കുന്നതായിട്ടും അതേസമയം നിക്ക് ആൾഡിൻസ് പറയുന്നത് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിനെ പറ്റിയെല്ലാം ഉടനെ ഞങ്ങൾ പറയുന്നതായിരിക്കും എന്നാണ്. പിന്നീട് LA നൈറ്റ് വന്നുകൊണ്ട് AJ സ്റ്റൈൽസിനെ അന്വേഷിച്ച് നടക്കും. അപ്പോൾ നിക്ക് ആൾഡിൻസ് പറയുന്നുണ്ട് അവനോട് ഇന്ന് ഞാൻ ഷോയിൽ വരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന്. അതിനുശേഷം കെവിൻ ഓവൻസിന്റെ തീം സോങ് പ്ലേ ആയി. കെവിൻ ഓവൻസ് സ്പെഷ്യൽ കമന്ററി ചെയ്യാൻ വേണ്ടിയിട്ട് സ്മാക്ക് ഡൗൺ മെയിൻ ഇവന്റിൽ വന്നു. റാൻഡി ഓർട്ടൺ വേഴ്സസ് ആസ്റ്റിൻ തിയറി ഇവർക്കാണ് ആ മെയിൻ ഇവന്റ് മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ മാച്ചിന്റെ ക്ലൈമാക്സിൽ റാൻഡി ഓർട്ടൺ ഒരു വേറെ ലെവൽ RKO ചെയ്തിട്ടുണ്ട്. മാച്ച് എപ്പോഴത്തെയും പോലെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയി മുന്നോട്ട് പോയി. റിംഗ് സൈഡിൽ പോയി ഫൈറ്റ് ചെയ്യുമ്പോൾ ഗ്രേസൺ വാലർ വന്നിട്ട് റാൻഡി ഓർട്ടനെ ഡിസ്റ്റർബ് ചെയ്യുന്നതായിട്ടും ആ അവസരം ഉപയോഗിച്ചുകൊണ്ട് ആസ്റ്റിൻ തിയറി റാൻഡിയെ അറ്റാക്ക് ചെയ്തിരുന്നു. വീണ്ടും റിംഗ് സൈഡിൽ പോയി ഫൈറ്റ് ചെയ്യുമ്പോൾ ആസ്റ്റിൻ തിയറിയെ കമന്ററി ടേബിളിന്റെ മുകളിലെടുത്ത് അടിക്കും. അതേപോലെ തന്നെ ഗ്രേസൺ വാലറിനെയും കമന്ററി ടേബിളിന്റെ മുകളിലെടുത്ത് അടിക്കും. ഇത് കണ്ട് കെവിൻ ഓവൻസ് ഭയങ്കരമായി സന്തോഷിക്കുന്നതായിട്ടും മാച്ചിന്റെ അവസാനത്തിൽ റാൻഡി ഓർട്ടൺ RKO ചെയ്യാൻ നോക്കുന്ന സമയം ആസ്റ്റിൻ തിയറി അത് റിവേഴ്സ് ചെയ്ത് മാറുന്നതായിട്ടും ശേഷം റാൻഡി ഓർട്ടനെ അറ്റാക്ക് ചെയ്ത് റോപ്പിന്റെ സൈഡിൽ കൂടെ ജമ്പ് ചെയ്തിട്ടുള്ള ഒരു മൂവ് ആസ്റ്റിൻ തിയറി ചെയ്യാറുണ്ട്. അതേ മൂവ് റാൻഡി ഓർട്ടനെ ചെയ്യാൻ നോക്കിയ അടുത്ത സെക്കൻഡിൽ തന്നെ അത് റിവേഴ്സ് ചെയ്ത് റാൻഡി ഓർട്ടൻ പറന്നു വന്ന ആസ്റ്റിൻ തിയറിയെ RKO ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ റാൻഡി ഓർട്ടനാണ് വിൻ ചെയ്തത്. ആ സമയത്ത് കെവിൻ ഓവൻസിന്റെ റിയാക്ഷൻ കാണണം, വേറെ ലെവലായിരുന്നു. പിന്നീട് ആസ്റ്റിൻ തിയറിയും ഗ്രേസൺ വാലറും ചേർന്നുകൊണ്ട് റാൻഡി ഓർട്ടനെ അറ്റാക്ക് ചെയ്തു. അപ്പോൾ തന്നെ കെവിൻ ഓവൻസ് കയറി വന്ന് ആസ്റ്റിൻ തിയറിക്ക് ഒരു സ്റ്റണ്ണർ കൊടുത്തു. ഗ്രേസൺ വാലറിന് സ്റ്റണ്ണർ കൊടുക്കാൻ നോക്കിയപ്പോൾ ഗ്രേസൺ വാലർ അത് ഒഴിഞ്ഞു മാറി. അടുത്ത സെക്കൻഡിൽ തന്നെ റാൻഡി ഓർട്ടൻ RKO അടിച്ചുകൊണ്ട് ഇന്നത്തെ സ്മാക്ക് ഡൗൺ എപ്പിസോഡ് കെവിൻ ഓവൻസ് റാൻഡി ഓർട്ടന് മാസായി നിന്ന് എൻഡ് കാർഡ് കാണിച്ചുകൊണ്ടാണ് അവസാനിപ്പിച്ചത്. അപ്പോൾ ഇന്നത്തെ സ്മാക്ക് ഡൗൺ എപ്പിസോഡ് നല്ല ഷോ ആയിട്ടാണ് തോന്നിയത്. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബ്ലഡ് ലൈൻ്റെ സെഗ്മെന്റ് ഒരുപാട് ടൈം എടുത്തു. എന്തായാലും ഓപ്പണിങ്ങിൽ കൊടുത്തത് നന്നായി. അത്യാവശ്യം നല്ല മാച്ചുകളും നല്ല സെഗ്മെന്റും സ്മാക്ക് ഡൗണിലും ഉണ്ടായിരുന്നു.